ഇന്ത്യ ഓസ്ട്രേലിയ നാലാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോയാൽ ഇനി ഇന്ത്യക്ക് ടെസ്റ്റിൽ രക്ഷയില്ല. ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വരെ പുറത്തായിരിക്കുകയാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ഫോം ഔട്ടാണ്, പ്രത്യേകിച്ച് രോഹിത് ശർമ്മ, കോഹ്ലി. ഇവരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. യുവതാരങ്ങൾക്ക് വഴിമാറി കൊടുക്കണം, അല്ലാതെ ഇനി ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇന്ന് ഇന്ത്യ കളി തോറ്റ ശേഷം രോഹിത് ശർമ്മ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 154 റൺസിനാണ് ഓസ്ട്രേലിയ ഇന്ന് കളി ജയിച്ചത്. സമനിലയെങ്കിലും ഇന്ത്യക്ക് ആക്കാമായിരുന്നു, പക്ഷേ ഇന്ത്യ തോറ്റുപോയി. ഇന്ന് ഇന്ത്യ തോറ്റ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സമനില പിടിക്കാമായിരുന്നു, പക്ഷേ അതിന് ഞങ്ങൾക്ക് സാധിച്ചില്ല. ജയ്സ്വാൾ മാത്രമാണൊന്ന് പിടിച്ചു നിന്നത്, ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. ഞാനും ഇന്ന് മോശം കളി തന്നെയാണ് കാഴ്ചവെച്ചത്, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ അധികകാലം കളിക്കാൻ സാധിക്കില്ല. ഞാനിപ്പോൾ ഫോം ഔട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്ക് പറ്റിയതല്ലെന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. T20യിൽ നിന്ന് വിരമിച്ചതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഉടനെ തന്നെ ഞാൻ വിരമിക്കും. മാനേജ്മെന്റുമായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇന്നത്തേത് ഞങ്ങൾ ജയിക്കേണ്ട മത്സരമായിരുന്നു. ജയ്സ്വാളിന്റെ ഔട്ടല്ല, അമ്പയർമാരുടെ ചതി തന്നെയാണ്. സ്നിക്കോമീറ്ററിൽ ഗ്രാഫ് ഉണ്ടായിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ടെസ്റ്റിൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. എല്ലാവരും പറയുന്നത് സീനിയർ താരങ്ങളോട് വിരമിക്കാൻ തന്നെയാണ്. കാരണം എല്ലാ മാച്ചിലും ഫോം ഔട്ടാണ്. രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോമായിട്ട് ഒരുപാട് നാളായി. സീനിയർ താരങ്ങൾ ഇങ്ങനെ ഫോം ഔട്ട് ആകുമ്പോൾ യുവതാരങ്ങൾക്കാണ് അവസരങ്ങൾ നഷ്ടമാവുന്നത്. അങ്ങനെ ഇന്ത്യ നാലാമത്തെ ടെസ്റ്റിലും തോറ്റിരിക്കുകയാണ്. ഒരുപക്ഷെ ഓസ്ട്രേലിയയുമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയും കോഹ്ലിയും വിരമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.